എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഗൾഫ് മേഖലയിൽ വീണ്ടും അശാന്തി നിറയുകയാണ്. ഇക്കുറി ഇറാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം, അതിലേക്ക് അമേരിക്ക ഒരു പാർട്ടിയായിട്ട് വരുന്നു. അത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലുണ്ടായിരുന്ന ഒരു വാർണിംഗ് അറ്റാക്കിൽ തുടങ്ങുന്നു. അതിനുശേഷം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള സിഗ്നലുകളൊന്നും തന്നെ ഉണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള സൈനിക നടപടികളിലേക്ക് പോകുന്നു. ഇതിനോടകം തന്നെ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഇതിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ റിയാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങളും പലതരത്തിലുള്ള താല്പര്യങ്ങളുമുണ്ട്. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇസ്രയേലും അമേരിക്കയും നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീഎസ്കലേഷൻ ഉണ്ടാകണമെന്നും സമാധാനം ഉണ്ടാകണമെന്നുമുള്ള ഒരു പക്ഷം മാത്രമേ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് പറയാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്സ് എല്ലായ്പ്പോഴും ഇറാനോടൊപ്പം ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പലതരത്തിലുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ ഇറാനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിന് ഗൾഫ് രാജ്യം എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടാകാം, ഒരു മുസ്ലിം രാജ്യം എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടാകാം. പലപ്പോഴും പല കാരണങ്ങളാൽ, പ്രത്യേകിച്ച് ഹമാസുമായിട്ടൊക്കെയുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, അമേരിക്കയെ എല്ലാ കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു കൺവെൻഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഇറാന് തന്നെയാണ് എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും ഡിസ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. സ്വയം വരുത്തി വച്ചിരിക്കുന്ന വിന എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമ്മളിതിൽ ആദ്യം അറിയേണ്ടത്, ഇറാൻ 1970 ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി അഥവാ NPT എന്നുള്ള ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ന്യൂക്ലിയർ എനർജി അവരുടെ പവർ ജനറേഷന് അഥവാ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ ആയുധ നിർമ്മാണത്തിന് അവരൊരിക്കലും തന്നെ മുതിരില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ്. 1970 ഷാ മുഹമ്മദ് റൈസ പഹ്ലാവി അവിടെ ഭരിക്കുന്ന സമയത്താണ് ഇറാൻ ഈ ഒരു കരാർ ഒപ്പിടുന്നത്. അതിനുശേഷം അത് അവരുടെ സർക്കാർ റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിനോടുള്ള ഇറാൻ്റെ കമ്മിറ്റ്മെൻറ്റ് തങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് അഥവാ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ആ ഒരു കരാറിലെ സിഗ്നറ്ററി ആയിട്ട് അവരിപ്പോഴും തുടരുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി അതിശക്തമായ രീതിയിൽ അവർ ന്യൂക്ലിയർ വെപ്പൺറി കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വളരെ റാപ്പിഡായിട്ടുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി, ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ യുറേനിയം 235 5% താഴെ മാത്രം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പവർ പ്രൊഡക്ഷന് കേപ്പബിളാണ്. ഇനി അതല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിയാക്ടറുകളാണ് എങ്കിൽ അവർക്ക് 20% താഴെയുള്ള എൻറിച്ച്മെൻറ്റ് മതി. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം 60% മുകളിലേക്ക് അവർ യുറേനിയം എൻറിച്ച്മെൻറ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. 90% എത്രയും പെട്ടെന്ന് അവരടുക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ IAEA പുറത്തുവിട്ടിരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. 90% മുകളിൽ എൻട്രി ചെയ്തിരിക്കുന്ന യുറേനിയം എന്ന് വെച്ചാൽ അത് വെപ്പൺ ഗ്രേഡ് യുറേനിയമാണ്. അതായത് അവർ ന്യൂക്ലിയർ കപ്പാസിറ്റി ആയുധ നിർമ്മാണത്തിലേക്ക് കൈവരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. NPT എന്നുള്ള ഒരു കരാർ ഒപ്പിട്ടതിന് ശേഷം തങ്ങൾ എല്ലായ്പ്പോഴും ഒരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിരിക്കും എന്ന് ലോകത്തിനോട് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം, അത് അവരുടെ സർക്കാർ റാറ്റിഫൈ ചെയ്തതിന് ശേഷം എന്തിനാണ് ആ കരാറിൽ നിന്ന് പിന്മാറാതെ ഇവരിങ്ങനെ സ്വന്തമായിട്ട് ന്യൂക്ലിയർ വെപ്പൺട്രി ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഒരു അന്താരാഷ്ട്ര കരാറിൻ്റെ ലംഘനം എന്നുള്ളത് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റികളോടും എല്ലാ രാജ്യങ്ങളോടുമുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഒരു ബ്രീച്ച് കൂടിയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയുമല്ല, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒരു തരത്തിലുമുള്ള ഇൻസ്പെക്ഷന് ഇറാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സഹകരിക്കുന്നുമില്ല. ഇറാനിൽ പ്രധാനപ്പെട്ട 4 എൻറിച്ച്മെൻറ്റ് സൈറ്റുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ എല്ലായിടത്തും വർഷങ്ങളായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ പരിശോധന അവർ അനുവദിക്കുന്നില്ല. ഇതിൽ തന്നെ വെപ്പൺ ഗ്രേഡ് എൻറിച്ച്മെൻറ്റ് നടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള ഇൻസ്പെക്ഷനും അവർ വഴങ്ങുന്നില്ല. ഇതെല്ലാം തന്നെ ഈ NPT എഗ്രിമെൻറ്റിൻ്റെ ലംഘനമാണ്. അതായത് സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്താം എന്നുള്ള ഒരു കരാറുള്ളപ്പോൾ, അല്ലാതെ ഒരു തരത്തിലും വെപ്പൺ ഗ്രേഡ് എൻറിച്ച്മെൻറ്റിലേക്ക് പോവുകയില്ല എന്നുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളപ്പോൾ, രഹസ്യമായിട്ട് അവർ ഇങ്ങനെ വെപ്പൺ ഗ്രേഡ് എൻറിച്ച്മെൻറ്റ് നടത്തുകയും അവരുടെ കരാർ ലംഘിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധകരെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ സ്വന്തമായിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നതിന്, ഇത്ര അഡ്വാൻസ്ഡ് ലെവലിൽ നടത്തുന്നതിന് ഇറാനും ഒരു ന്യായമുണ്ട്. അവർ പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ബാലിസ്റ്റിക് കപ്പാസിറ്റി, ന്യൂക്ലിയർ കപ്പാസിറ്റി ഒക്കെ തന്നെ വേണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ NPT സിഗ്നറ്ററി ആയിക്കൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു തരത്തിലും സാധ്യമല്ല.
NPTയുടെ എഗ്രിമെൻ്റ് നോക്കിയാൽ അതിൽ ആർട്ടിക്കിൾ 10 എന്നൊരു അനുച്ഛേദമുണ്ട്. അതിൽ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കും UN സെക്യൂരിറ്റി കൗൺസിലിനും 3 മാസത്തെ അഡ്വാൻസ് നോട്ടീസ് കൊടുത്തതിന് ശേഷം തങ്ങൾക്ക് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തേണ്ടുന്ന ചില അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 3 മാസത്തിന് ശേഷം ഈ NPTയിൽ നിന്ന് എക്സിറ്റ് ആകാം. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് അവരെന്തെങ്കിലും തരത്തിലുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നുണ്ട് എങ്കിൽ അത് ഈ കരാറിൻ്റെ പരിധിയിൽ വരില്ല. അതിന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഗൈഡ് ലൈനുകളും ബാധകമാവില്ല. ഇവിടെ ഇറാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ എഗ്രിമെൻറ്റിൽ ഇപ്പോഴും സിഗ്നറ്ററി ആയിട്ട് തുടരുന്നു. ആർട്ടിക്കിൾ 10 അനുസരിച്ച് അതിൽ നിന്ന് പിന്മാറാനായിട്ട് അവർ ഒരു തരത്തിലുള്ള താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. എന്നിട്ട് രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധകരെ അവർ അനുവദിക്കുകയും ചെയ്യുന്നില്ല. ഒപ്പം ഈ കരാറിൽ നിന്ന് എക്സിറ്റ് ആകാനായിട്ടുള്ള ഒരു തരത്തിലുള്ള താല്പര്യവും അവർ പ്രദർശിപ്പിക്കുന്നുമില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ കരാറിൻ്റെ ഒരു ലംഘനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇനി പരിശോധിക്കേണ്ടത് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിനുള്ള ന്യായമാണ്. ഇസ്രയേൽ പറയുന്നത് ഇറാൻ ഒരു വെപ്പൺ ഗ്രേഡ് യുറേനിയം കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾക്ക് നിലനിൽക്കുന്നതിനുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്നാണ്, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്നാണ്. ആ വാദത്തിന് കൂടുതൽ ബലം കിട്ടുന്നതും ഇറാൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ തന്നെ അറിയാം, ഇസ്രായേലിനെതിരെ ഹെസ്ബുള്ള, ഹമാസ് തുടങ്ങിയിരിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് എല്ലാവിധ സഹായങ്ങളും, അത് ആയുധത്തിലായിക്കോട്ടെ, പരിശീലനത്തിലായിക്കോട്ടെ, സാമ്പത്തികമായിട്ടായിക്കോട്ടെ, ടെക്നോളജി റിലേറ്റഡ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യമാണ് ഇറാൻ. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് ഇറാൻ്റെ പല ദേശീയ നേതാക്കളും പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഇസ്രയേലിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുക എന്ന നിലയ്ക്കാണ്. ഇസ്രയേൽ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ്, അതിനെ പിഴുതെറിയണം എന്നുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉന്മൂലനം മാത്രമാണ് ഇറാൻ്റെ ലക്ഷ്യം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇസ്രയേലിനെ പൂർണ്ണമായും ശിഥിലീകരിച്ച് അവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. 2040 ലോകത്ത് ഇങ്ങനെ ഒരു സയനിസ്റ്റ് രാജ്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഇസ്രായേലിനെ മായ്ച്ചു കളയണം എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇതെല്ലാം കേവലം ആയത്തുള്ള അൽ ഖമനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, നേരത്തെ അവിടെ പ്രസിഡൻ്റായിരുന്ന മഹ്മൂദ് അഹമ്മദി നജാദിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ന്യൂക്ലിയർ കപ്പാസിറ്റി ഇല്ലാതെ തന്നെ ഇസ്രായേലിനെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യമുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം വഴി അവർ ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അവർ വഴി അല്ലെങ്കിൽ നേരത്തെ പറയുന്ന തീവ്രവാദികൾ വഴി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോക്സി യുദ്ധത്തിലേക്കെങ്കിലും കൊണ്ടുപോയി ഇസ്രയേലിൽ ഇവർ ആണവായുധം പ്രയോഗിച്ചാലോ എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇസ്രയേലിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള ഇസ്രയേലിനെ സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അമേരിക്ക ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇറാൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവരൊരു കരാറിൽ ഒപ്പിടുന്നു, അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും ലംഘിക്കുന്നു. ആ കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു അവസരമുണ്ടായിട്ടും അത് ഉപയോഗിക്കുന്നില്ല, പരിശോധകരെ അനുവദിക്കുന്നില്ല, പൂർണ്ണമായിട്ടും എനർജി ഗ്രേഡ് അല്ലാത്ത സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടുന്നതല്ലാത്ത തരത്തിലുള്ള റാപ്പിഡ് എൻറിച്ച്മെൻറ്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺറി പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തിനാണ് കൂടുതൽ ബലം കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇങ്ങനെ ആരെങ്കിലും സ്വന്തമായിട്ടൊരു ന്യൂക്ലിയർ വെപ്പൺറി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ, അങ്ങനെയുള്ള മാതൃകകളുണ്ടോ എന്ന് നോക്കിയാൽ ഉത്തര കൊറിയയാണ് ഏറ്റവും മികച്ച മാതൃക. 1985 ഈ NPT എഗ്രിമെൻറ്റിൽ ഉത്തര കൊറിയ ഒപ്പിടുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഞങ്ങളൊരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിട്ട് തുടരും എന്നാണ്. പക്ഷേ അവർക്ക് അവരുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ വെപ്പൺറി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമുണ്ടാവുകയും 2003 അവർ ഈ NPTയിൽ നിന്ന് ആർട്ടിക്കിൾ 10 ഉപയോഗിച്ച് എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ശരിയായ രീതി. അങ്ങനെ 2003 അവർ എക്സിറ്റ് ചെയ്തതിന് ശേഷം 2006 അവർ ആദ്യമായിട്ട് ആണവായുധം ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 6 തവണയിൽ കൂടുതൽ അവർ അവരുടെ വെപ്പൺറി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം കേപ്പബിലിറ്റി അവർ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഈ കരാറിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിന് ശേഷമാണ് അത് ചെയ്തത്. അപ്പോൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പ്രശ്നമുണ്ട്. അത് വലിയ തരത്തിലുള്ള UN-ൻ്റേതുൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടേതുൾപ്പെടെയുള്ള കുറേയധികം ഉപരോധങ്ങളാണ്. അങ്ങനെയുള്ള ഉപരോധം കാര്യമായിട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഉത്തര കൊറിയ. കാരണം നമുക്കറിയാം, ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങൾക്കും കാര്യമായിട്ടുള്ള നയതന്ത്ര ബന്ധമൊന്നുമില്ല. അവിടേക്ക് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അല്ലാതെ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ പോലുമില്ല. അവർക്ക് പലതരത്തിലുള്ള ഉപരോധങ്ങളുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളുണ്ട്, നയപരമായിട്ടുള്ള ഉപരോധങ്ങളുണ്ട്, ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ട ഉപരോധമുണ്ട്, മിനറൽസുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ടിന്
പ്രശ്നമുണ്ട്, വ്യാപാരത്തിന് മൊത്തത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ ഭക്ഷണവും മരുന്നുകളും മാത്രമാണ് ഉപരോധമില്ലാതെ തന്നെ ലഭ്യമാക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് വസ്തുക്കൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉത്തര കൊറിയ അത് നേരിടുന്നത് അവർക്ക് ചൈനയും റഷ്യയുമായുള്ള ബന്ധത്തിനെ തുടർന്നാണ്. കാരണം അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഈ രണ്ട് രാജ്യങ്ങളും നൽകുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ക്ലോസ് പ്രോക്സിമിറ്റി കാരണം UN-ൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഡ്വേഴ്സ് തീരുമാനം ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായാൽ പോലും ഇവരെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വീറ്റോ ചെയ്യാനുള്ള ഒരു വലിയ ജിയോ പൊളിറ്റിക്സ് കൂടി അവിടെ നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിനെ ഫേസ് ചെയ്യാനായിട്ട് ഇറാന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിലവിൽ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ ഉപരോധം വിളിച്ചു വരുത്തി സാമ്പത്തികമായിട്ടും നയപരമായിട്ടും ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും എന്നാൽ രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് വെപ്പൺ ഗ്രേഡിലേക്ക് നടത്തുകയും ചെയ്യുന്നതിനുള്ള ഒരു ഡബിൾ ടാക്ടിക്സ് അതാണ് ഇറാൻ ഇവിടെ ഉപയോഗിച്ചത്. അതാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഒക്കെ ഇസ്രയേലിനും UK-ക്കും ഒക്കെ ഇങ്ങനെയുള്ള ഒരു വെപ്പൺ ഗ്രേഡ് യുറേനിയം അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ NPT സിഗ്നറ്ററി ആയിട്ട് തുടരുന്നത് എന്നുള്ളതാണ്. ഇതിലെ ഒന്നാമത്തെ കാര്യം, ഈ NPT നിലവിൽ വരുന്ന സമയത്ത് 1967-68 കാലത്തിന് മുൻപ്, അതായത് നേരത്തെ തന്നെ ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു എക്സംഷൻ കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ റെസ്പോൺസിബിളായിട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം കൈകാര്യം ചെയ്യണം, ഇനി അവരാരും തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല എന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ഒപ്പിടാമായിരുന്നു. അങ്ങനെ ഒപ്പിട്ട രാജ്യങ്ങളാണ് അമേരിക്ക, UK, ഫ്രാൻസ്, ചൈന, പിന്നെ റഷ്യ. ഇങ്ങനെയുള്ള 5 രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ NPT സിഗ്നറ്ററി ആയിട്ട് നിയമപ്രകാരം തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 രാജ്യങ്ങളും NPT സിഗ്നറ്ററി അല്ല എന്നുള്ളതാണ് പ്രധാനം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഈ NPT എന്നുള്ള ഒരു കണ്ടീഷൻ തന്നെ ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തതാണ്. അന്നത്തെ നമ്മുടെ വിദേശകാര്യമന്ത്രി MC ഛഗ്ലയാണ്. അദ്ദേഹം അതിനെ ഡിസ്ക്രിമിനേറ്ററി എന്ന് തന്നെ പരസ്യമായിട്ട് വിശേഷിപ്പിച്ചു. അത് നമ്മുടെ രാജ്യത്തിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തുന്നതല്ല, അത് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ് നമ്മളുടെ വാദം. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എതിർത്ത് വോട്ട് ചെയ്യുക മാത്രമല്ല, NPTയിൽ ഒപ്പിടാനായിട്ട് നമ്മൾ നാളിതുവരെ തയ്യാറായിട്ടുമില്ല. അതേപോലെ തന്നെ പാകിസ്ഥാനും NPTയിൽ ഒപ്പിട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം എന്താണ്? ഇന്ത്യ സ്വന്തമായിട്ട് 1970-കളിൽ ആണവായുധ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് 1998-ൽ നമ്മളത് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കടുത്ത സാമ്പത്തിക ഉപരോധം ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നു. പക്ഷേ ഇന്ത്യ വളരെ റെസ്പോൺസിബിളായിട്ടാണ് ഈ ന്യൂക്ലിയർ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പോളിസികളുടെ അടിസ്ഥാനത്തിൽ കേവലം 3 വർഷം കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ ഉപരോധ നടപടികളും എല്ലാ രാജ്യങ്ങളും എല്ലാ സംഘടനകളും ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മിലിറ്ററി ന്യൂക്ലിയർ പ്രോഗ്രാം വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ പോലും ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതെയാക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള ഒരു വെഞ്ചിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും പോളിസി മാറ്ററായിട്ട് നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് പ്രധാനം. പാകിസ്ഥാനും അതേപോലെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്കും അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾ ഇല്ലാത്തത്. എന്നാൽ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിനെ പറ്റി പറയുന്നത് തന്നെ 1960-കളിൽ അവർ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്, വെപ്പൺ ക്വാളിറ്റി യുറേനിയം എൻറിച്ച് ചെയ്തതിന് ശേഷം. പക്ഷേ അതിനെക്കുറിച്ച് അവരൊരിക്കലും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. NPTയിൽ അവർ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂക്ലിയർ കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ധാരണയും ആർക്കുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ, അഥവാ ആ കപ്പാസിറ്റി 1960-കളിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നാളിതുവരെ ഒരു തരത്തിലുള്ള സംഘർഷത്തിലും ഇസ്രായേൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാണ്ട് അരനൂറ്റാണ്ടിന് മുകളിലായി റെസ്പോൺസിബിളായിട്ട് തന്നെയാണ് ഈ ന്യൂക്ലിയർ വെപ്പൺട്രിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും പെരുമാറുന്നത്. ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകം ഇവിടെ പറയേണ്ടത്, ഇറാൻ ഇസ്രായേലിനെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും എന്ന് പ്രഖ്യാപനം നടത്തുമ്പോഴും തിരിച്ച് ഇറാനെ ഇല്ലാതെയാക്കും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും നാളിതുവരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അവർ പറയുന്നത് പരമാവധി അവിടെയുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നാണ്. തങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു സർക്കാർ അവിടെ ഉണ്ടാകണം എന്ന തരത്തിലുള്ള താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. അതല്ലാതെ ആ രാജ്യത്തിനെയോ അവിടെയുള്ള ജനങ്ങളുടെ അവകാശത്തിനെയോ ഇല്ലാതെയാക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനിലേക്ക് ഇതേപോലെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം നടത്തിയിരുന്നു. അവരുടെ ആണവോർജ സൈറ്റുകളിലൊക്കെ തന്നെ ആക്രമണം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ഗവേണൻസ് ബോഡിയിൽ അംഗമായിട്ടുള്ള ഇന്ത്യ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാൻ പൂർണ്ണമായിട്ടും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധകരുടെ പരിശോധനകൾക്ക് പൂർണ്ണമായിട്ടും വഴങ്ങണം, സഹകരിക്കണം എന്നുള്ളതാണ്.
അതുകൂടാതെ NPT സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് ബാധിക്കണം. പിന്നീട് കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറാൻ സഹകരിക്കണം. റേഡിയേഷൻ റിസ്ക് കൃത്യമായിട്ട് അസസ് ചെയ്യപ്പെടണം. ഒപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ അംഗരാജ്യങ്ങളെയും UN-നെയും ഒക്കെ തന്നെ അറിയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് തോന്നുന്ന സമയത്ത് ഇസ്രായേലിന് അമേരിക്കയെ വിളിച്ചിട്ട് ചുമ്മാതെ പോയങ്ങ് ഇറാനെ അടിക്കാമോ? വേറെ ആരോടും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? UN-ലും മറ്റും പറയേണ്ടതല്ലേ? ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ അവരൊരുപക്ഷെ മറ്റാരോടും തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് നിൽക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറാണ് ഏറ്റവും മികച്ച ഉദാഹരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ആ മേഖലയിലുള്ള മറ്റാരുടെയും ആവശ്യത്തിനേക്കാൾ ഉപരി നമ്മളതിനെ കാണുന്നത് നമ്മുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിട്ടാണ്. അവിടെ നിന്ന് തീവ്രവാദികൾ നാളെയും അതിർത്തി കടന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിന് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ വഴി അവിടെയുള്ള ഭീകരവാദ സംഘടനകളുടെ പാക് സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസ്റ്റ് മേഖലകളിലൊക്കെ തന്നെ നമ്മൾ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. ഒപ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഡിസാം ചെയ്യുന്നതിന് ഭാഗമായിട്ടാണ് അവരുടെ സൈനിക വിമാനത്താവളങ്ങൾ മുഴുവനും നമ്മൾ ആക്രമിച്ച് അതിനെയും ന്യൂട്രലൈസ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ UN-ൽ നിന്നൊന്നും തന്നെ മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നില്ല. വളരെ കൃത്യമായിട്ട് അങ്ങനെയുള്ള ചില ഏജൻസികൾ അങ്ങനെയാണ് എങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൗണ്ടർ ടെററിസം കമ്മിറ്റി UN-നുണ്ട്, UN ഓഫീസ് ഓഫ് കൗണ്ടർ ടെററിസം ഉണ്ട്. അവിടെ ഒന്നും അറിയിച്ച് അവരുടെയൊക്കെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷമല്ല നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചത്. കാരണം അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ഏതൊരു സാഹചര്യത്തിലാണോ എത്തിയിരിക്കുന്നത് ആ സാഹചര്യം ഇറാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇറാൻ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഒന്നാമത് NPT സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് പാലിക്കണമായിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധന അവരവിടെ അനുവദിക്കണമായിരുന്നു. അവർക്ക് എനർജി പ്രൊഡക്ഷൻ ആവശ്യമുള്ളതിന് മുകളിലേക്ക് യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു വാർണിംഗ് കഴിഞ്ഞ വർഷം കിട്ടിയതിന് ശേഷവും അവർ അതുമായിട്ട് സഹകരിക്കണമായിരുന്നു. അങ്ങനെ റിപ്പീറ്റഡായിട്ട് IAEA നോട്ടീസ് വന്നതിന് ശേഷവും ഒരു തരത്തിലുള്ള സഹകരണവും വാഗ്ദാനം ചെയ്യാത്ത ഒരു രാജ്യം ഇത്ര റാപ്പിഡായിട്ട് അവരുടെ വെപ്പൺ ഗ്രേഡ് ന്യൂക്ലിയർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുകയാണ് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിതമായിട്ട് തന്നെ ഇസ്രായേൽ ഇല്ലാതാകണം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ന്യായീകരിക്കപ്പെടും എന്നുള്ളതാണ് വസ്തുത. ഇറാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയിൽ മൊത്തത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഇറാൻ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ പോയിന്റ്. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആ മേഖലയിൽ എത്രയും പെട്ടെന്ന് ശാന്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.